നീ ഗിരിയെ തല്ലുവോ? എന്നാ ഒന്ന് കാണണമല്ലോ. ഗിരിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിലേ ഈ ഗോപാൽജി ചാവണം. ഇവൻ എന്റെ പയ്യനാ. ഇവനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് ഇവനോട് കുറച്ച് കാര്യങ്ങൾ തനിച്ച് സംസാരിക്കണം. അവര് നിന്നെ തല്ലിയോ മോനെ? ഗോപാൽജി ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നീ ഇതിനകത്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാടാ മനസ്സമാധാനമായിട്ട് പുറത്തു നിൽക്കുന്നേ? ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെടാതിരിക്കുന്നതാ ഗോപാൽജിയുടെ പ്രതിച്ഛായക്ക് നല്ലത്. നിന്റെ സുരക്ഷയേക്കാൾ വലുതല്ല എനിക്ക് എന്റെ പ്രതിച്ഛായ. ആരാ നിനക്കെതിരെ പരാതി കൊടുത്തതെന്നറിയാമോ? പ്രീതി, ആ പീതാംബരന്റെ മോള. അവര് കാശ് തട്ടിയെടുക്കാനുള്ള പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ അവനോട് സംസാരിക്കാം. എത്ര കാശ് കൊടുത്തിട്ടാണെങ്കിലും ഈ കേസ് ഒതുക്കാൻ ഞാൻ ശ്രമിക്കാം. അതൊന്നും വേണ്ട ഗോപാൽജി. അയാളെ പോലുള്ളവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഇത് ഉപയോഗിച്ച് അയാൾ കാശുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മാധവൻ സാറിന്റെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതിനെനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ അതിന്റെ കണക്ക് തീർന്നു എന്ന് ഞാൻ കരുതിക്കോളാം. എന്താ മോനെ നീ പറയുന്നേ? ഈ വിഷയത്തിൽ ഗോപാൽജി ഇടപെടണ്ട. കേസ് മുകുന്ദൻ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും. എന്നാലും ഒരെന്നാലും ഇല്ല. ഈ പ്രശ്നത്തിൽ ഗോപാൽജി തലയിടണ്ട. നിന്നോട് ഒരു കാര്യം കൂടെ പറയാനാണ് ഞാൻ വന്നത്. കാലം കുറേ ആയല്ലോ സഞ്ജുവും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. അതിനൊരു അവസാനം കുറിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. ഗോപാൽജി പേടിക്കണ്ട. സ്വപ്നയും കൂട്ടിക്കൊണ്ട് തന്നെയാ ഞാൻ പോകുന്നേ. എന്താ നിനക്ക് സന്തോഷമായില്ലേ? ഇതിനകത്ത് വന്ന ശേഷം ഇപ്പോഴാ സമാധാനം തരുന്നൊരു വാർത്ത ഞാൻ കേൾക്കുന്നത്. നിന്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. നമ്മളിപ്പോ ബന്ധുക്കളും കൂടെയാ. നിന്റെ കുടുംബത്തിന്റെ സുരക്ഷ ഇപ്പൊ എന്റെ ഉത്തരവാദിത്വ. നീ ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ പോലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിയോളാം. പോട്ടാടാ. ശരി. എന്തായിരുന്നു ഗോപാൽജിയുടെ ഒരു പെർഫോമൻസ്? കണ്ടു നിന്നപ്പോ എനിക്ക് തന്നെ ഗോപാൽജിക്ക് ഗിരിയോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് തോന്നിപ്പോയി. കുറെ കാലമായില്ലേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. ആളുകളെ പറ്റിക്കുന്നതില് ഞാൻ കഴിഞ്ഞിട്ടേ ഈ പഞ്ചായത്തിൽ വേറെ ആളുള്ളൂ. ഗിരിയെ പോലൊരു മണ്ടനെ ജോലിക്ക് വെക്കാൻ പറ്റിയതേ ഗോപാൽജിയുടെ ഭാഗ്യമാണ്. ഗിരി നീ വിചാരിക്കുന്ന പോലെ ഒരു മണ്ടനൊന്നുമല്ല. അവൻ എന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഒരു ഭാഗ്യവുമല്ല. ഈ വിശ്വാസത്തിന്റെ പിന്നില് വർഷങ്ങളുടെ കഷ്ടപ്പാടുണ്ട്, കണക്കുകൂട്ടലുകളുണ്ട്. ശങ്കരൻ മരിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ പകച്ചു നിന്ന ഗിരിയുടെ തോളി കൈയിട്ട് അവന് ഞാനുണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം അവനെ കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കമ്പനിക്കും എന്തൊക്കെ ലാഭം ഉണ്ടാക്കാമെന്ന് ഞാൻ കണക്കൂട്ടി കഴിഞ്ഞിരുന്നു. അന്നു മുതൽ ഞാൻ നടത്തിയ കരുനീക്കങ്ങളുടെ പരിണിത ഫലവാ ഇപ്പോ കണ്ണടച്ചെന്നെ വിശ്വസിക്കുന്ന ഗിരി. എന്തായാലും ഗിരിക്ക് ഗോപാൽജിയെ കണ്ണടച്ച് വിശ്വസിച്ചതിന്റെ കൂലി വൈകാതെ കിട്ടും. ഈ കേസിൽ അവനകത്തു പോയ ഇത്രയും കാലം കൊണ്ട് അവനുണ്ടാക്കിയ പേര് നഷ്ടപ്പെടും. അവനും അവന്റെ കുടുംബവും നാട്ടുകാരുടെ മുമ്പില് നാണം കെടും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗിരിയേട്ടനെയും കുടുംബത്തിനെയും തകർക്കാൻ വേണ്ടി താൻ കളിക്കുന്ന കളികളൊന്നും ലക്ഷ്യം കാണില്ല. ഗിരിയേട്ടനെ എന്ത് വില കൊടുത്തും ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തും. ഈ പരാതി വ്യാജമാണെന്ന് ഞാൻ തെളിയിക്കും.